ഇതിനകത്ത് ഓപ്പൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റിക്ലൈൻ ആവും ഫുള്ളി. പൊളിയല്ല സാധനം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഫങ്ഷനാലിറ്റി ഉണ്ട്. ഈ ഹെഡ് റെസ്റ്റ് നമുക്ക് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് പൊക്കുകയും താത്തുകയും ചെയ്യാം. കാരണം ജെയിംസ് ബോണ്ടിൻ്റെ സിനിമ പോലെയല്ലേ. ഹലോ വ്യൂവേഴ്സ്, മെയ്ഡ് ഇൻ കൊച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പുതിയതായിട്ട് സിഡ്നിയിലേക്ക് മാറിയിട്ട് ഞാനൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മൂവ് ചെയ്ത കാര്യം. അപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റ് വാക്ക് ത്രൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബിഹൈൻഡ് ദ സീൻസ് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ സ്റ്റുഡിയോയോ എൻ്റെ പ്രൊഡക്ഷനോ ഒക്കെ എങ്ങനെയാണെന്ന് കാണിക്കാനും അപ്പാർട്ട്മെൻറ്റ് ഒരു വാക്ക് ത്രൂ ആണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഞാൻ കൂടുതലും എൻ്റെ വീഡിയോന് വേണ്ടി എടുക്കാൻ യൂസ് ചെയ്യാറുള്ളത്. ഒരു നിസ്സാരമായിട്ടുള്ള ഒരു ക്യാമ്പിംഗ് ചെയർ ഉണ്ട് ഇവിടെ. വലിയ ഡ്യൂറബിൾ ആയിട്ടുള്ള ചെയറൊന്നും അല്ല, ക്യാമ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എനിക്ക് ഉടനെ തന്നെ ഇവനെ മാറ്റണം. പിന്നെ നമുക്ക് ഒരു നോട്ട് പാഡ് ഇവിടെ കാണാൻ പറ്റും. മെയിനായിട്ട് ഞാൻ വീഡിയോസ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ബ്രെയിൻ സ്റ്റോം ചെയ്യും കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള. എന്നിട്ട് ആ കണ്ടന്റിൻ്റെ സ്റ്റെപ്സ് ഞാൻ ഇവിടെ എഴുതാറുണ്ട്. ഇത് തൊട്ട് മുന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് ഈ കാണുന്നത്. എന്നിട്ട് എന്ത് ടോപ്പിക്കിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളത് അതിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. പിന്നെ ഈ സ്റ്റുഡിയോന് യൂസ് ചെയ്യുന്ന ലൈറ്റാണ് ഇവിടെ കാണുന്നത്. ഇതും അഗൈൻ ഒരു ഭയങ്കരധികം ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ഡോർ ലൈറ്റിംഗ് സൊല്യൂഷനാണിത്. ആദ്യം തന്നെ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ട് ഡോറിൽ നിന്ന് കയറി വരുമ്പോൾ നമുക്ക് ലിവിങ് റൂമും പിന്നെ കിച്ചണുമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ കാണുന്നത് ലിവിങ് റൂമും പിന്നെ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റുഡിയോൻ്റെ സെറ്റപ്പ്, പിന്നെ ബാൽക്കണി, കിച്ചൺ. അപ്പോൾ ബാൽക്കണി എന്ന് പറയുന്നത് ഒരു അടിപൊളി വ്യൂ ആണ്. ഇത് ലിവർപൂൾ CBD തന്നെ ഉള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്. ആ കാണുന്ന ബിൽഡിംഗ് ആണ് മെയിൻ റോഡ്. അപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള റോഡിലാണ് നമ്മൾ താമസിക്കുന്നത്. പിന്നെ കിച്ചണിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ വളരെയധികം സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ കിച്ചൺ സ്പേസും ആണുള്ളത്. ഇൻഡക്ഷൻ ടോപ്പ് കുക്കിംഗ് ആണുള്ളത്. അപ്പോൾ ഗ്യാസ് അല്ല ഇവിടെ ഉള്ളത്. ഞാൻ മിക്കപ്പോഴും ഈ ഇൻഡക്ഷൻ ടോപ്പ് കുക്കിംഗ് യൂസ് ചെയ്യാറില്ല. പിന്നെ ഓവനും ഉണ്ട് അടിയിൽ. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനം ഇവനെയാണ്, നമ്മുടെ വിശ്വസ്തനായിട്ടുള്ള എയർ ഫ്രയർ. എൻ്റെ ഒപ്പം 1 വർഷത്തിന് മുകളിൽ എൻ്റെ എല്ലാ കുക്കിങ്ങിനും വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഇവനെയാണ്. ഇപ്പം നോക്കിയാലും ഇതിനകത്ത് ഫുഡ് കിടപ്പുണ്ടാവും. അപ്പം ഞാൻ മിക്ക ദിവസവും കഴിക്കുന്ന സംഭവമാണ് ചിക്കൻ സ്നിറ്റ്സൽ എന്ന് പറയും ഇതിനെ. ചിക്കൻ സ്നിറ്റ്സലും പിന്നെ കുറച്ച് ഫ്രൈസും ആണ്. ഈ ഫ്രൈസ് ഞാൻ ആദ്യം പുഴുങ്ങിയെടുത്തിട്ട് പിന്നെ എയർ ഫ്രൈ ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഇത് കഴിയുമ്പോൾ ഞാനൊരു സാൻഡ്വിച്ച് കഴിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഇത് കിടക്കുന്നത്. പിന്നെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. സിങ്ക്, ഒരു മൈക്രോവേവ് ഉണ്ട്, പിന്നെ കുറച്ച് സ്റ്റോറേജ് സ്പേസ്. പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആവി പോകാനായിട്ട് ഒരു ഡക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ആണ്. ഇതിൻ്റെ ഒപ്പം ഒരു ലൈറ്റും ഉണ്ട് ഇവിടെ. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കിച്ചൺ സ്പേസ്. പിന്നീട് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ ലിവിങ് റൂമാണ്. അപ്പോൾ ലിവിങ് റൂമിൽ കയറി വരുമ്പോൾ തന്നെ ഒരു ഷൂ സ്റ്റാൻഡ് ഉണ്ട്. ഷൂ സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ടൊരു AC. ഈ സമയത്ത് ഇവിടെ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് AC ഓണാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ കയറുന്ന സമയത്ത് ആദ്യം തന്നെ കാണുന്നത് ഒരു TVയുടെ സെറ്റും പിന്നെ ഒരു റിക്ലൈനറും പിന്നെ ഈ ഷോക്കേസും ആണ്. അപ്പോൾ ഇവിടെ 2 ഡമ്പലും കിടക്കുന്നതാണ്. ഇത് ഷിഫ്റ്റിങ്ങിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ കാണുന്നത്. പിന്നെ ഇതാണ് എൻ്റെ ഷോക്കേസ്. ആദ്യം തന്നെ നമുക്കൊരു ഫോട്ടോ കിടപ്പുണ്ടാവും. ഈ ഫോട്ടോ ഞങ്ങൾ അഡ്ലൈഡ് കഴിഞ്ഞ വർഷം പോയപ്പോഴാണ്. ഇത് ഞാനും എൻ്റെ ഫ്രണ്ട്സുമാണ്. അവിടെ ഒരു സ്കൈലൈൻ ഫെറിസ് വീൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ബീച്ചിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അതിൽ ഞങ്ങൾ കയറിയ സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. പിന്നെ ഈ ഷോക്കേസിൻ്റെ കുറച്ച് സാധനങ്ങളും കാണാൻ പറ്റും. ഇത് ഞാൻ ബാലി പോയപ്പോൾ ഞാൻ മേടിച്ചതെന്നാണ് ഈ അടിപൊളി ബ്രോൺസിൻ്റെ സ്റ്റാച്യു. പിന്നെ ഞാനും എൻ്റെ വൈഫുമാണിത്. പിന്നെ ഞങ്ങൾക്ക് ഹൗസ് വാമിങ്ങിന് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ്സ് ആണ് ഈ താഴെ കാണുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഷോക്കേസിലുള്ളത്. പിന്നെ എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയ 75 ഇഞ്ചിൻ്റെ ഒരു സാംസങ്ങിൻ്റെ TV ഉണ്ട്. ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് മേടിച്ചതാണ്. നല്ലൊരു ഡീലായിരുന്നു, അങ്ങനെ ഞാൻ പൊക്കിയതാണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റിയ ഒരു ഇലക്ട്രിക് റിക്ലൈനർ കൗച്ച്. അപ്പോൾ ഈ കൗച്ച് വളരെയധികം അടിപൊളിയാണ്. ഇതിൽ നമുക്ക് ഇലക്ട്രിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റും ഹോം, ഓപ്പൺ, ക്ലോസ്, അപ്പ്, ഡൗൺ, പല ലൈറ്റ് സെറ്റിങ്സും ഉണ്ട് ഇതിനകത്ത്.
അപ്പോൾ സംഭവം ഇച്ചിരി അടിപൊളി സാധനമാണ്. ഇതിനകത്ത് ഓപ്പൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റിക്ലൈൻ ആവും ഫുള്ളി. പൊളിയല്ല സാധനം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഫങ്ഷനാലിറ്റി ഉണ്ട്. ഈ ഹെഡ് റെസ്റ്റ് നമുക്ക് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് പൊക്കുകയും താത്തുകയും ചെയ്യാം. കാരണം ജെയിംസ് ബോണ്ടിൻ്റെ സിനിമ പോലെയല്ലേ. അപ്പോൾ അടിപൊളി. നേരത്തെ കാണിച്ച പോലെ തന്നെ ക്ലോസ് ഞെക്കുക എന്നുണ്ടെങ്കിൽ പഴയ പൊസിഷനിലേക്ക് വരും. ഇതൊരു അടിപൊളി റിക്ലൈനർ കൗച്ചാണ്. ഞാൻ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് പൊക്കിയാണ്. ഇതേപോലത്തെ സെയിം സാധനം സെക്കൻഡ് ഹാൻഡ് ഞാൻ കണ്ടപ്പോൾ ഞാനത് മേടിക്കാതിരുന്ന $500. ആ ടൈമിലാണ് വേറൊരാൾ ഇത് ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് മാർക്കറ്റ് പ്ലേസിൽ കൊടുക്കുന്നത് കണ്ടത്. അപ്പം തന്നെ ഞാൻ ഒരു വണ്ടി വാടകയ്ക്ക് എടുത്ത് ഞാൻ എൻ്റെ മുന്നേ താമസിച്ചിരുന്ന ലാൻഡ് ലോഡിൻ്റെ ഒപ്പം പോയാണ് ഇത് എടുത്തിരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പുറയിലുള്ള സ്റ്റോറി. പിന്നെ ഇതിൻ്റെ പുറത്ത് കുറച്ച് ലൈറ്റ് സെറ്റിങ്സും ഉണ്ട്. സംഭവം വളരെ അടിപൊളിയായിട്ടുള്ള സാധനമാണ്. പിന്നെ ഈ നടുക്ക് കിടക്കുന്ന സീറ്റ് നമുക്ക് ഹാൻഡ് റെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ പവർ പ്ലഗും ഉണ്ട്. അടിപൊളി സംഭവമാണ്. ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കൗച്ച് ഇവിടെ പുതിയതാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു $3000 അഥവാ നമ്മുടെ നാട്ടിലെ ഒരു 1.5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ നല്ല അടിപൊളി മുതലാണ് ഈ സാധനം. പിന്നെ ഈ സൈഡിലെ സ്വിച്ച് ആണ് ആ താഴെ കിടക്കുന്നത്. ഈ കാണുന്ന സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം ഞാൻ വേറെ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഒരാഴ്ചക്കുള്ളിൽ എത്തും. അപ്പം ഞാനിത് റിപ്ലേസ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ആ പഴയ സാധനമാണ് ഈ കിടക്കുന്നത്. കണ്ടോ, ഇത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്കിത് മാറ്റണം. അപ്പോൾ നമ്മൾ ലിവിങ് റൂമിൽ നിന്ന് തന്നെ സ്ട്രെയിറ്റ് റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഹോൾവേ ഉണ്ട്. അതിൽ ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് സ്പേസ് ഒക്കെ കാണാം. അറ്റ് ദ മൊമെൻറ്റ് ഇത് എംപ്റ്റി ആണ്. ഞാനിത് ഒന്നിനും യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഉടനെ തന്നെ കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് ഞാൻ വെച്ച് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആക്കണം എനിക്ക്. പിന്നീടെന്ന് പറയുന്നത് നമുക്കൊരു ലോണ്ട്രി റൂമുണ്ട്. ഇപ്പോൾ ലോണ്ട്രി റൂം പേര് പോലെ തന്നെ നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്, പിന്നെ ഒരു സിങ്ക്, പിന്നെ ഒരു ഡ്രയറും ഉണ്ട് ഇവിടെ. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മുടെ ക്ലീനിങ് പ്രൊഡക്ട്സ് ഞാൻ ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ വാക്യൂം ക്ലീനർ, പിന്നെ അപ്പുറത്ത് മോപ്പുണ്ട്, അലക്കാനുള്ള തുണിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂമാണ്. നമ്മുടെ ബാത്റൂമും അഗൈൻ ഒരു സാധാരണ അപ്പാർട്ട്മെൻറ്റിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. ടോയ്ലറ്റ്, വാഷ്റൂം സ്പേസ് ഉണ്ട്, ഒരു ടബുണ്ട്, സിങ്ക്, പിന്നെ പുറത്തേക്കുള്ള വെന്റിലേഷനും ഉണ്ട് ഇവിടെ. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മിററും ഉണ്ട്. അടുത്തെന്ന് പറയുന്നത് ആദ്യത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഈ ആദ്യത്തെ ബെഡ്റൂം അറ്റ് ദ മൊമെൻറ്റ് എംപ്റ്റി ആയിട്ടാണ് കിടക്കുന്നത്. ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള സാമഗ്രികളെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. ഈ വിൻഡോ എന്ന് പറയുന്നത് അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്കിലേക്കുള്ള ഒരു വ്യൂ ആണ്. അപ്പോൾ അടിപൊളി വെയിലും നല്ല ക്ലൈമറ്റുമാണ് ഇന്ന്. പിന്നെ മെയിൻ റോഡ് തന്നെയാണ് തൊട്ട് ബാക്കിലുള്ളത്. അതുകൊണ്ട് അടിപൊളി സ്പേസ് ആണ്. ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇപ്പോൾ അഗൈൻ മാസ്റ്റർ ബെഡ്റൂം ഭയങ്കര അധികം സിമ്പിളാണ്. അധികം സംഭവങ്ങളൊന്നുമില്ല. ഒരു അടിപൊളി ബെഡും പിന്നെ നല്ല മാട്രസും പില്ലോയും ഉണ്ട്. അതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വലിയ ആഡംബരമൊന്നും പറയാനില്ല. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാർഡ്രോബ് ഇൻക്ലൂഷന് വിത്ത് മിററുണ്ട്. പിന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം ബിൽഡിങ്ങിൻ്റെ ബാക്കിലേക്കുള്ള ഒരു വ്യൂ ഉണ്ട്. നല്ല അടിപൊളി സ്പേസ് ആണിത്. നമുക്ക് നല്ല വെളിച്ചമൊക്കെ വരും. ഞാൻ സാധാരണ രാവിലെ എല്ലാ ദിവസവും ഒരു 7 മണിക്ക് എണീക്കുന്നുണ്ട് ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയ പിന്നെ. കാരണം ഇവിടുത്തെ വെട്ടം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. വെയിൽ നമ്മുടെ മുഖത്തടിക്കുന്ന രീതിയിലാണ് ഇവിടെ വെളിച്ചമുള്ളത്. അപ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ വീഡിയോ എടുക്കുന്നതിന് ശേഷമാണ് ഞാൻ ഓർത്തത്, അയ്യോ ഈ താമസിക്കുന്ന സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള റെൻറ്റും കാര്യങ്ങളും ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്തില്ലല്ലോ. അപ്പോൾ അത് ക്വിക്കായിട്ട് അതിനെപ്പറ്റി പറയാം. ഞാൻ ഈ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ഏകദേശം $450 പെർ വീക്കാണ് വരുന്നത്. അപ്പം മന്ത്ലി എന്ന് പറയുന്നത് ഏകദേശം ഒരു $2100 വരും. നമ്മുടെ നാട്ടിലെ പോലെ മാസം വാടകയല്ല മിക്കയിടത്തും ഇവിടെ കൊടുക്കുന്നത്. പെർ വീക്ക്ലി ബേസിസ് ആണ് കൊടുക്കുന്നത്. മന്ത്ലി നമ്മൾ കൺവേർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ 450 × 52, അതായത് 52 ആഴ്ച ഉണ്ട് വർഷത്തിൽ. 450 × 52 ഡിവൈഡഡ് ബൈ 12 ഏകദേശം ഒരു $2100 അടുത്ത് വരും. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 1,10,10,000 രൂപ വരും. അപ്പോൾ ഇവിടുത്തെ റെൻറ്റ് വെച്ച് നോക്കുമ്പോൾ അത്
കൂടുതലും അല്ല കുറവും അല്ല, ഏകദേശം ഒരു മീഡിയം റേറ്റ് ആണ് 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിന്. സിംഗിൾ ബെഡ്റൂം അഥവാ ഷെയർഡ് അക്കോമഡേഷന് എൻ്റെ നേരത്തെ കാണിച്ചിരുന്ന വീഡിയോ പോലെ തന്നെ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുന്നവർക്കോ തീർച്ചയായിട്ടും ഇവിടെ വരാവുന്നതാണ്. അപ്പോൾ ബാക്ക് ടു ദ വീഡിയോ. ഈ കാണുന്നതായിരുന്നു മെയിനായിട്ടുള്ള എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഒരു വാക്ക് ത്രൂ വീഡിയോ. അപ്പോൾ ഇനി ഇതുപോലത്തെ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് കണ്ടൻറ്റാണ് എൻ്റെ ചാനൽ കാണാൻ താല്പര്യമുള്ളത് അത് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് കണ്ടുമുട്ടട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ.